രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കണമെന്ന ചില കോണിൽ നിന്നുമുള്ള ആവശ്യം പരിഗണിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിൽ ചേലക്കര അന്തിമഹാകാളൻകാവ് വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പി.കെ. സുനിൽ പങ്കെടുത്തു. വെടിക്കെട്ട് ഒഴിവാക്കലിൽ നിന്നും അപകടമില്ലാതെ വെടിക്കെട്ട് നടത്താനുള്ള കാര്യങ്ങളുമായി ദേവസ്വവും സർക്കാരും മുന്നോട്ടു പോകണമെന്ന് പി.കെ. സുനിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ശബ്ദകാഠിന്യം കുറഞ്ഞതും പ്രകാശത്തിന് മുൻഗണന നൽകുന്നതുമായ ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്തുന്നത് സംബന്ധിച്ചായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നത്. യോഗത്തിൽ പങ്കെടുത്ത എല്ലാ ഭാരവാഹികളും പരമ്പരാഗതമായി തുടർന്നു വരുന്ന രീതിയിൽ തന്നെ വെടിക്കെട്ടും മറ്റ് ചടങ്ങുകളും നടത്തണമെന്ന് ഏകകണ്ഠേന ബോർഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ അമ്പലത്തിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ഉത്സവ ആഘോഷ കമ്മിറ്റിക്കാരെല്ലാവരും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. തനതായ രീതിയിൽ നമ്മുടേതായ രീതിയിൽ തന്നെ തുടർന്ന് പോകണം എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു റിക്വസ്റ്റ് നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞാൽ നമ്മൾ ഈ ഫോറിനിലൊക്കെ കാണുന്ന മാതിരിയുള്ള ശബ്ദം കുറച്ചും കൂടെ ഭംഗി കൂട്ടിയിട്ടുള്ള രീതിയിൽ എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഒന്ന് അതിൻ്റെ ഒരു ചിലവ് ഭയങ്കര കൂടുതലാണ്. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് എല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നും അത് നടക്കുന്നൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയാണ് സംസാരം ഉണ്ടായത്. നമ്മുടെ അഭിപ്രായം പറഞ്ഞു. സ്വാഭാവികമായിട്ട് അവർ ഈ അപകടത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ ഇവർ പറയുന്ന ഈ ശിവകാശി മോഡൽ എന്നാണ്. ശിവകാശിയിൽ തന്നെ കഴിഞ്ഞ ഏപ്രിൽ 19 അപകടത്തിൽ 22 ആളാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് അപകട സാധ്യത ഉള്ളൊരു മേഖലയാണത്. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെടിക്കെട്ടിന് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരു വേണ്ട രീതിയിലുള്ളൊരു അവർക്കൊരു അത് എന്താണ് നിങ്ങൾ ചെയ്യുന്ന ജോലി അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ്ങുമായി കൊടുത്ത് അതൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഇത് കഴിയുള്ളൂ. അല്ലാണ്ട് വെടിക്കെട്ട് നിരോധിക്കുക അല്ലെങ്കിൽ വേറൊരു സ്റ്റൈല് അതിന് പ്രായോഗികമല്ല എന്നാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു സംഭവമാണ്. ശിവകാശി ലോബിയൊക്കെ നമ്മുടെ അടുത്ത് വെടിക്കെട്ട് നിർത്തി കൂടുതൽ സാധനങ്ങൾ അവിടെ നിന്ന് വരാനുള്ളത്. ഇത് എന്താണ് ശിവകാശി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേലക്കരയുടെ ഒരു 1/3 ഭാഗം പോലും ഉണ്ടാവില്ല. ആ ഒരു സ്ഥലത്ത് അവരുടെ ഒരു കൊല്ലത്തെ റവന്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9,000 കോടി എബോവാണ്. ആ വെടിക്കെട്ടിനോട് മാത്രമുള്ള സർക്കാരിന് കിട്ടുന്ന റവന്യൂ. അതുകൊണ്ട് തന്നെയാണ് അവിടെ അപകടങ്ങൾ സർക്കാർ റിസ്ക് ഉള്ളതാണെങ്കിൽ അവർ നിരോധിക്കാത്ത സർക്കാരിനൊരു റവന്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ ഒരാളുടെ മരണം കൊണ്ട് റവന്യൂ ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്, മറിച്ച് നമ്മൾ കുറച്ചും കൂടെ എങ്ങനെയാണ് സയൻറ്റിഫിക്കായിട്ട് എങ്ങനെ നടത്താം. ഇപ്പോഴും നമ്മൾ വെടിക്കെട്ടുകാരുടെ ഷെഡുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെ കുറേ പോയിട്ടുണ്ടാകും. ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലിരിക്കുക ഒരു ശാസ്ത്രീയമായിട്ടല്ല. ഇപ്പോൾ ചാക്ക് മറിച്ച് പിടിച്ച് അതൊന്നും ഒരു രീതി ശരിയല്ല. അതെന്താണെന്ന് വെച്ചാൽ നിയമങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരെ പേടിച്ചുകൊണ്ട് ചെയ്യുന്നത്. മറിച്ച് അങ്ങനെയല്ല വേണ്ടത്. ഇത് നമ്മുടെ നാട്ടിലുള്ള എന്തിനൊരു ഫ്രണ്ട്ലി ആവണ്ടേ. ഏത് ബിസിനസ്സിനും ഒരു സർക്കാരാണെങ്കിൽ ഒരു ഫ്രണ്ട്ലി അല്ലാതെ മുമ്പ് പിന്നെ അത് പകുതിയിൽ വെച്ചിട്ട് ഇത് പോയതുകൊണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ചേരില്ല. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. നമുക്ക് അതിന് മുന്നോട്ട് പോയി ആരാണത് തടസ്സം പറ്റുന്ന അല്ലെങ്കിൽ മറ്റല്ല. ഇതെന്ന് പറഞ്ഞാൽ സർക്കാർ അതിൻ്റെ അനുമതി കൊടുക്കുക വേണ്ടു. വെടിക്കെട്ടുകാർ അതിന് റെഡിയാണ്. കാരണം അവർക്ക് അവരുടെ ജീവനും പിന്നെ അത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഞാൻ പറഞ്ഞാൽ 9,000 കോടി അവിടെ ഒരു കൊല്ലം റവന്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ 9,000 കോടിയുടെ ഒരു ഇരട്ടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ. ഒരു 30,000-40,000 കോടിയാണ്. ആ സാധനം നമുക്ക് ഒരു വിഷു വരുമ്പോൾ അത്രയും സാധനങ്ങൾ ഇവിടെ വന്ന് കളിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ സർക്കാരിന് റവന്യൂ ഭയങ്കരമായിട്ട് പോകും. അതിനെ പറ്റിയുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇതാക്കുക, അതിന് എങ്ങനെ വെക്കണം, അതിൻ്റെ ഒരു ഇത് വളരെ സിമ്പിളായിട്ട് നടക്കാവുന്ന കാര്യം. ആരെങ്കിലും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു സർക്കാരോ നല്ലൊരു ഉദ്യോഗസ്ഥനോ വിചാരിച്ചാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രെയിൻ കൊടുത്ത വെടിക്കെട്ടോ അല്ലെങ്കിൽ നമ്മളോ എന്തു സർക്കാർ പറഞ്ഞ് കേൾക്കാൻ റെഡിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പൂരപ്പറമ്പിൽ അല്ലെങ്കിൽ ഉത്സവപ്പറമ്പ് അപകടങ്ങളേ ഇല്ല. കാരണം ഹൈക്കോടതിയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റെസ്ട്രിക്ഷനിലും നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര അകലത്തിൽ ആൾക്കാരെ നിർത്തുന്ന അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറവാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം മരുന്ന് നടക്കുമ്പോൾ അപകടം കുറവെന്താ നമ്മുടെ ഒരു ശ്രദ്ധ അതിലുണ്ട്. അതേമാതിരി തന്നെയാണ് ഇത് നിർമ്മാണ മേഖലയിലും അങ്ങനെ ഒരു ശ്രദ്ധ കൊടുത്തു. കാരണം എന്താണ് അത് ശ്രദ്ധിക്കണം. ഒന്ന് ആൾക്കാരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ജീവന്. അപ്പോൾ അതിനൊരു ശ്രദ്ധ കൊടുത്ത് പിന്നെ ഇതൊരു വലിയൊരു വ്യവസായം. ഇതിനോട് ബന്ധപ്പെട്ട് 10,000-കണക്കിന് ആൾക്കാരാണ് ജീവിച്ചു പോകുന്നത്. ഒരു വെടിക്കെട്ട് നടത്താൻ നിങ്ങൾക്കറിയാൻ പറ്റും. ഒരു ഉത്സവത്തിന് വെടിക്കെട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ജനങ്ങൾ
ഇല്ലെങ്കിലത്തെ അവസ്ഥ. അപ്പം എന്ന് പറഞ്ഞാൽ അത് വെടിക്കെട്ടുകാർക്ക് മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് ബലൂൺ വിൽക്കണവരായാലും ശരി, വെള്ളം വിൽക്കണവരായാലും ശരി. അപ്പോൾ എത്രയോ ആൾക്കാർ ഇതിനോട് ഡയറക്റ്റും ഇൻഡയറക്റ്റായിട്ട് ആൾക്കാർ ഇതിനോട് ബന്ധപ്പെട്ട് ജീവിച്ചു പോകണം. അപ്പോൾ അതൊന്നും കാണാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് അത് വേണ്ട ഇത് വേണ്ട എന്ന് അതൊരു കറക്റ്റായിട്ടുള്ള കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞു. പിന്നെ ഒരു അഭിപ്രായം ചിലവരുണ്ട്, ഈ കാണാൻ ഭംഗിയുള്ളത് കുട്ടികൾക്കും സ്ത്രീകൾക്കും, അതും ഒരു പുരുഷാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് പറയണതാണ്. അത് പറയണത് ഈ ആണുങ്ങൾ തന്നെയാണ്. അവർക്ക് പറ്റാത്തത് അവർ മറ്റൊരു മെത്തിക്കറിയാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒക്കെ തുല്യ ഇതിലല്ല പോകണം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ തുല്യത. അപ്പം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല? ഇപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിൽ വരുന്ന സിനിമകളായാലും എല്ലാ സംവിധാനമായാലും ഇവർ രണ്ടാളും ആസ്വദിച്ച് പോകണം. ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ രണ്ടാളും എല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇത് മാത്രം സ്ത്രീകൾക്ക് കാണാൻ പറ്റാ, സ്ത്രീകൾ അങ്ങനെ കാണാൻ പറ്റാത്തതാണോ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവർക്ക് തോന്നുകയാണ് ഇത് വേണ്ട, കുറച്ചും കൂടെ ശബ്ദം കുറയ്ക്കണം എന്നുള്ള രീതിയിൽ തോന്നുക. പിന്നെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ ഉദാഹരണം പറയാം. ചില ആൾക്കാരൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ആൾക്കാർ കുറേ കാശ് കത്തിച്ച് വേണം, പിന്നെ ഇവർക്ക് ഇത് കുറേ ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തുകൂടെ, അല്ലെങ്കിൽ വല്ലവർക്കും ഭക്ഷണം. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ വെടിക്കെട്ട് നടത്തണം, ഈ പറയുന്ന കുറച്ച് ആൾക്കാർ വീട് വെച്ച് കൊടുക്കും, കുറച്ച് ആൾക്കാർക്ക് പാവപ്പെട്ടു കൊടുക്കും. ഇതും കൂടെ നമ്മൾ ചെയ്യണമെന്ന് നിങ്ങൾ നിർബന്ധം വയ്ക്കാൻ പാടില്ല. അതാണ് ഇതിൻ്റെ. പിന്നെ ഇതേമാതിരി തന്നെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇതാക്കുന്നു. ലോകത്തിൽ ഇത്രയും ചെലവ് കുറഞ്ഞ് ഇത്രയും ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ലോകത്ത് വേറൊന്നുമില്ല. ഇപ്പം നിങ്ങളൊരു യേശുദാസിൻ്റെ ഗാനമേള വെച്ചാൽ നിങ്ങൾക്ക് അതിനെ ശരിക്കും ആ സ്റ്റേജിനോട് അടുത്ത് നിൽക്കുന്ന ഒരു 10-200 ആളല്ലാത്ത ആർക്കും അതൊരു എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ കേൾക്കാമെന്നല്ലാതെ കാഴ്ചയും കേൾക്കലില്ല. ഇത് വെടിക്കെട്ട് എന്ന് പറഞ്ഞ സംവിധാനം അങ്ങനെയല്ല. നിങ്ങൾക്ക് അടുത്ത് ഒരു ബാരിക്കേഡിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾ കുറച്ച് ദൂരത്താണ് മാറിയിരിക്കുന്നത്, നിങ്ങൾ ദൂരത്തു നിന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് ആസ്വാദ്യകരമായിട്ടുള്ള ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് നിന്ന് വെടിക്കെട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും സൗകര്യത്തോടു കൂടി ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ വരുന്ന ജനങ്ങളെ ഡിവൈഡ് ചെയ്ത് ഒരു ആവറേജ് എടുത്താൽ വളരെ തുച്ഛമായ ഒരു ഇതിലാണ് നമുക്ക് ഇത്രയും ആൾക്കാരെ ആസ്വദിച്ച് പോകുന്നത്. ആ ഒരു രീതിയിൽ തന്നെ അതിനെ കണക്കാക്കും. എങ്ങനെ വന്നു കാശ് പൊട്ടിച്ചോളണോ അല്ലെങ്കിൽ ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമല്ല, എന്നൊക്കെ നമുക്ക് എന്ത് പറയാം. നമുക്ക് ഒരു സംവിധാനം നിർത്താൻ വളരെ എളുപ്പമാണ്. അതിന് 100 കാരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സംവിധാനം നിർത്താൻ. പക്ഷെ അതെല്ലാം ഇവിടെ വേണം. എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണം, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. നമ്മളൊന്നും വേറെ ഈ വെടിക്കെട്ട് നടത്തി ആരെങ്കിലും ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ച് ചെയ്യണതല്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, വേല കഴിഞ്ഞ ആൾക്കാർ പിന്നെ അടുത്ത കൊല്ലം വേലയ്ക്ക് കാത്തിക്കുകയാണ്. ആ കാലത്ത് നിൽക്കുകയാണ്. ഈ 10 മിനിറ്റിന് വേണ്ടി ജനങ്ങൾ കാത്തുക അടുത്ത കൊല്ലം വേലയ്ക്ക് കാണട്ടെ. ഇവിടുന്നൊക്കെയോ പുറമെ നാട്ടിൽ നിന്ന് അധ്വാനിക്കാൻ പോയവരൊക്കെ വേലയ്ക്ക് വരണം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയാണ്. എല്ലാ ബന്ധുക്കളും വരുന്നു, വീടുകളിൽ സന്തോഷം. ആ ഒരു സന്തോഷം കാണണ്ടേ, അല്ലാണ്ട് വെറുതെ ഈ പൊട്ടിച്ച് കളയണ ആ ആറ്റിറ്റ്യൂഡ് മാറും. നമ്മുടെ ആൾക്കാരുടെ അല്ലെങ്കിൽ ഇതിനെതിരുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. ദേവസ്വം ബോർഡ് ഒരിക്കലും ഇതിൽ ശ്രദ്ധിക്കാറില്ല. ദേവസ്വം അമ്പലമല്ലാതെ ക്ഷേത്രത്തിന് പുറത്തുള്ള കാര്യങ്ങൾ അവരുടേതല്ല എന്നുള്ള രീതിയിലാണ് കാണാറ്. അല്ല, ദേവസ്വം ബോർഡിൻ്റെ നിയമം അവർ കൂടുതലും ശ്രദ്ധിച്ചത് ഈ അപകടത്തിൽ ഇത്ര ആൾക്കാർ മരിച്ചു. അപ്പോൾ ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ജീവനെ വില എന്ന് പറഞ്ഞ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമേ അതിന് കാണുള്ളൂ. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ നേരത്തുള്ള ഒരു പ്രതികരണം ആയിരിക്കില്ല കുറച്ചിട്ട്. അവർ കണ്ടത് അതാണ്. ഒരു സംഭവം ഉണ്ടായി, സ്വാഭാവികമായിട്ട് അവരോട് ആൾക്കാർ ആരൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് അവരൊരു സാധ്യത നോക്കിയെന്നുള്ളൂ. അത് മാത്രമല്ലല്ലോ കാണും. അതുണ്ടാവാനുള്ള സാഹചര്യം എന്താണ്, ആ സംവിധാനം നമുക്ക് എങ്ങനെ മാറ്റി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല എത്രയോ ആൾക്കാർ അതിനോട് ജീവിച്ചു പോകും. അപ്പോൾ ഒരാളുടെ ജീവൻ വെച്ച് മറ്റൊരു ജീവിക്കണം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. റിസ്ക് ഉണ്ട്, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് റിസ്ക് ഉണ്ട്. പക്ഷേ അതിനുള്ള റവന്യൂ, അതുമാത്രമല്ല ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ, ക്ഷേത്രങ്ങൾക്ക് വരുമാനം, അത്രയും ആൾക്കാർ 10,000-കണക്കിന് ആൾക്കാരാണ് വെടിക്കെട്ടിനോടനുബന്ധിച്ച് ജീവിച്ചു പോകുന്നത്. ആ ഒരു ഇതും കൂടെ കാണണ്ടേ, അല്ലാണ്ട് അത് ഒരാളുടെ ജീവൻ ചെറുതായിട്ട് കണക്കാക്കില്ല. പക്ഷെ അത് കാണുന്നതിന് കൂടെ തന്നെ ഇതെങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. നമ്മളൊക്കെ ഇപ്പോഴും വെടിക്കെട്ട് നിങ്ങൾക്കറിയാൻ പറ്റും, ഹൈക്കോടതിയുടെ ഡയറക്ഷനിലാണ് വെടിക്കെട്ട് നടത്തുന്നത്. കേരളത്തിൽ ഇപ്പോൾ നടന്ന എല്ലാ വെടിക്കെട്ടുകളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വരെ വെടിക്കെട്ടിന് സാങ്ഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഹൈക്കോടതി എന്താ ഡയറക്ഷൻ പറഞ്ഞാൽ അത് നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ നടത്തുക, അല്ലാണ്ട് നമ്മൾ അനധികൃതമായിട്ടോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ വേ പോയിട്ട് ചെയ്യണതല്ല. അതാണ് അതിൻ്റെ ഒരു പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര.
ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം, തോന്നൂർക്കര. ഫോൺ 9447 062266.